പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആനയിടിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ റിപ്പോർട്ട് നൽകാത്തതിൽ മലപ്പുറം ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതിയുടെ വിമർശനം. കോടതി പറഞ്ഞ കാര്യം ചെയ്യാനാകില്ലേ എന്ന ഹൈക്കോടതി. കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും കോടതി. 1 മാസത്തിനകം നാട്ടാനകളുടെ കണക്കെടുപ്പ് പൂർത്തിയാക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആനയിടഞ്ഞതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ തവണ മലപ്പുറം കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കൃത്യമായ വിശദാംശങ്ങൾ വിശദീകരിച്ച് കളക്ടർ റിപ്പോർട്ട് നൽകാത്തതിനാലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനമുണ്ടായത്. കോടതി പറഞ്ഞ കാര്യം ചെയ്യാനാകില്ലേ എന്ന് ചോദ്യമുന്നയിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഓർമ്മിപ്പിച്ചു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നാണ് കോടതിയുടെ നിലപാടെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. സംഭവത്തിന്റെ ഗൗരവവും അടിയന്തര സ്വഭാവവും മനസ്സിലാകുന്നില്ലെങ്കിൽ കളക്ടർ എങ്ങനെയാണ് ആ പദവി വഹിക്കുന്നതെന്നും കോടതി ചോദിച്ചു. 1 മാസത്തിനകം നാട്ടാനകളുടെ കണക്കെടുപ്പ് പൂർത്തീകരിക്കണമെന്നും ഹൈക്കോടതി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് നിർദ്ദേശം നൽകി. 2012 ആന എഴുന്നള്ളത്ത് ചട്ടങ്ങൾ പാലിക്കണം. മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉത്സവത്തിൽ ഉടനീളം ജില്ലാ സമിതി നിരീക്ഷിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. രജിസ്റ്റർ ചെയ്യാത്ത ഉത്സവങ്ങൾക്ക് ആന എഴുന്നള്ളിപ്പ് അനുമതി നൽകേണ്ടതില്ലെന്നും ഹൈക്കോടതി വാക്കാൽ പറഞ്ഞു. ആന എഴുന്നള്ളത്തിന് അനുമതി നൽകും മുമ്പ് ഉത്സവങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ആനകളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് അവ്യക്തതയുണ്ടായാൽ ആര് ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന് ചോദിച്ച കോടതി 1 മാസത്തിനുള്ളിൽ കണക്കെടുപ്പ് പൂർത്തിയാക്കുന്നതോടെ വ്യക്തത വരുമെന്നും ചൂണ്ടിക്കാട്ടി. ജനം, കൊച്ചി.